ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാക്കീസ് നെസ്റ്റ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് റെസ്റ്റോറൻറ്റിൽ നിന്നും കിട്ടുന്ന അതേ സെയിം ടേസ്റ്റിലുള്ള ചിക്കൻ ഫ്രൈഡ് റൈസും അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ മഞ്ചൂരിയനുമാണ്. ഫ്രൈഡ് റൈസ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് അതിൽ നമ്മളൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കും. ആ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന ഫ്രൈഡ് റൈസിൻ്റെ സെയിം ടേസ്റ്റിലുള്ള ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനുവേണ്ടി ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ ഒന്ന് കണ്ടുനോക്കുക. അപ്പം നമുക്ക് ഈ ഒരു ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 3 കപ്പ് ബസ്മതി റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 250 ml കപ്പിൽ 3 കപ്പ് അരിയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ബസ്മതി അരി എടുക്കുന്ന സമയത്ത് നല്ല ക്വാളിറ്റിയുള്ള അരി തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അരി നന്നായിട്ട് ഇതുപോലെ കഴുകിയതിന് ശേഷം ഇതുപോലെ നിറയെ വെള്ളം ഒഴിച്ചൊരു 10 മിനിറ്റ് കുതിരാൻ വേണ്ടി മാറ്റി വെക്കണം. ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിതുപോലെ ഈ ഒരു വലുപ്പത്തിലുള്ള പീസുള്ള ചിക്കൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കൻ ബ്രസ്റ്റാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ ഒരു ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും 1 ടീസ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോയാ സോസിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവും, അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് ഇതുപോലെ നല്ലവണ്ണം ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് 15 മിനിറ്റ് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. റൈസ് വേവിക്കാനായിട്ട് ഞാനിവിടെ ഒരു വലിയ പാത്രത്തിൽ നിറയെ വെള്ളം ഒഴിച്ച് ഒന്ന് തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വെള്ളം ഇവിടെ നന്നായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും റൈസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരല്പം ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് വെള്ളത്തിനേക്കാളും ഒരല്പം മുന്തിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിൽ മാത്രമേ അരി വെന്ത് വരുന്ന സമയത്ത് അരിയിൽ നല്ലോണം ഉപ്പ് പിടിച്ച് വരുള്ളൂ. ഇനിയിപ്പം നമ്മൾ കഴുകി കുതിരാൻ വേണ്ടി വെച്ചിട്ടുള്ള അരി അതിലെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. ഇനി ഈ ഒരു പാത്രം അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ തുറന്ന് വെച്ച് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഈ റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. റൈസ് ഒരു 80% വരെ കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. ഇപ്പം നമ്മുടെ റൈസ് ഇവിടെ 80% വരെ കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ വെള്ളമൊക്കെ ഊറ്റിയതിന് ശേഷം അതിൻ്റെ ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പരന്ന പാത്രത്തിലേക്ക് നിരത്തി ഇട്ട് കൊടുക്കാം. അപ്പോൾ റൈസിലെ വെള്ളമൊക്കെ ഊറ്റി അത് ചൂടാറാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഓയിൽ നല്ലവണ്ണം ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. അപ്പം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസുകൾ ഞാൻ മുഴുവനും ഈ ഒരു എണ്ണയിലേക്ക് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയി വരുന്നത് വരെ ഈ എണ്ണയിലിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു ചിക്കൻ മുഴുവനും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ എല്ലാം ഈ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇപ്പോൾ ചിക്കൻ മുഴുവനും ഞാൻ ഈ എണ്ണയിൽ നിന്നും കോരി മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഒരു ഓയിലിൽ തന്നെ നമുക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഈ ഒരു മുട്ടയിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഇതൊന്ന് ചിക്കി പൊരിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഈ ഒരു മുട്ട ഞാനിവിടെ ചിക്കി പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതവിടെ മാറ്റി വെക്കാം. ഇനി വലിയൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 3 കപ്പ് റൈസ് കൊണ്ടാണ് ഈ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയൊരു പാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. പാത്രം ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നല്ലവണ്ണം ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂണ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
വെളുത്തുള്ളി നല്ലവണ്ണം മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു പകുതി സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചെറുതായിട്ട് ഇതൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാം. സവാള ചെറുതായിട്ട് വഴന്ന് വരാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് സ്പ്രിംഗ് ഒണിയൻ ചെറുതായിട്ട് കട്ട് ചെയ്തതും 1/2 കപ്പ് ബീൻസ് കട്ട് ചെയ്തതും ഒരു വലിയ ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തതും 1/2 കപ്പ് ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട്. കാരണം ഈ ഒരു വെജിറ്റബിൾസിൻ്റെ ഒന്നും കളറ് ചേഞ്ച് ആയി പോകാൻ പാടില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഇതാ ഇത്രയും മതിയാകും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസും 1 ടീസ്പൂൺ ചില്ലി സോസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ സ്റ്റോക്കാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നും കിട്ടുന്ന അതേ സെയിം ടേസ്റ്റിലുള്ള ആ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ചിക്കൻ വേവിക്കുന്ന സമയത്തും അരി വേവിക്കുന്ന സമയത്തും ഓൾറെഡി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മളിതിൽ സോയാ സോസും മാഗി ക്യൂബൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ ഓൾറെഡി ഉപ്പുണ്ടാകും. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും മുട്ടയും ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ഒന്നുകൂടി നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റിലൊക്കെ അവർ ഈ ഒരു മസാല വേറെ റെഡിയാക്കി വെക്കും. അതേപോലെ റൈസും നേരത്തെ തന്നെ റെഡിയാക്കി വെക്കും. നമ്മൾ ഓർഡർ എടുക്കുന്ന ആ ഒരു സമയത്ത് ഇതുപോലെ റൈസ് മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് റൈസ് ഈ ഒരു മസാലയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ റൈസ് മുഴുവനും ഞാൻ ഈ ഒരു മസാലയുടെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് കുലുക്കിയെടുത്ത് ഇതൊന്ന് മിക്സാക്കി എടുക്കാം. ഇങ്ങനെ നല്ലവണ്ണം കുലുക്കിയിട്ട് വേണം ഈ ഒരു റൈസും മസാലയും മിക്സാക്കി എടുക്കാനായിട്ട്. അപ്പം നമ്മൾ ഇതുപോലെ തവി വെച്ച് മിക്സ് ചെയ്ത് എടുക്കാൻ പാടില്ല. കാരണം ഈ തവി വെച്ച് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് റൈസ് പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതുപോലെ കുലുക്കി എടുത്തിട്ട് വേണം ഇതൊന്ന് മിക്സാക്കി എടുക്കാൻ. റൈസ് നന്നായിട്ട് ചൂടായി വരുന്നത് വരെ ഇത് മിക്സാക്കി എടുക്കണം. അപ്പോൾ കണ്ടോ, ഇതുപോലെ കുലുക്കി എടുക്കുന്ന സമയത്ത് നമ്മുടെ റൈസ് പൊട്ടിപ്പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. കുറച്ച് സമയം ഇതുപോലെ അടുപ്പിൽ വെച്ച് ഈ ഒരു റൈസ് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. ആ ഒരു ചൂടാക്കി എടുക്കുന്ന സമയം കൊണ്ട് നമ്മുടെ മസാലയൊക്കെ റൈസിൽ പിടിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈഡ് റൈസ് നമുക്ക് കിട്ടും. അപ്പോൾ റൈസ് ഇവിടെ നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരല്പം സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഫ്രൈഡ് റൈസ് ചൂടോടെ തന്നെ കഴിക്കുമ്പോഴാണ് അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് ഈ ഒരു ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചിക്കൻ മഞ്ചൂരിയൻ തയ്യാറാക്കണം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഇതുപോലെ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് കഴുകി എടുത്തിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഏകദേശം 400 ഗ്രാം ചിക്കൻ ഉണ്ടാകും. ഞാനിപ്പോൾ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ പീസുകളാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലില്ലാത്ത ചിക്കൻ പീസുകളും ഇതിന് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി ഇത് കൈവച്ച് നല്ലവണ്ണം ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഈ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു മസാലയും പൊടികളെല്ലാം എത്തുന്ന വിധത്തിൽ നല്ലവണ്ണം ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. നല്ലവണ്ണം മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ചിക്കൻ 45 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ 45 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനു വേണ്ടി ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാത്രം നല്ലവണ്ണം ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 4 ടേബിൾ സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ നല്ലവണ്ണം ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ പീസുകളെല്ലാം നിരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ ചിക്കൻ മുഴുവനും ഞാനിവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ്റെ എല്ലാ ഭാഗവും ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഈ ചിക്കൻ്റെ ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ചിക്കൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ചിക്കൻ മുഴുവനും എണ്ണയിൽ നിന്നും കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള അതേ ഓയിലിൽ തന്നെ 1 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി നല്ലവണ്ണം മൂത്ത് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഈ ഒരു സമയത്ത് നമ്മൾ ഈ പാത്രം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും 1 ടീസ്പൂൺ സോയാ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഈ ഒരു സോസുകളെല്ലാം ഒന്ന് ചൂടായി വരുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ ഈ സോസുകളൊക്കെ നല്ലവണ്ണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കാം. കാശ്മീരി മുളക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലവണ്ണം ഒന്ന് തിളക്കാനായിട്ട് വെക്കാം. ഇനി ഇപ്പോൾ ഒരു ബൗളിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സാക്കി എടുക്കാം. ഒട്ടും കട്ടകളില്ലാതെ വേണം ഇത് ഇങ്ങനെ മിക്സാക്കി എടുക്കാനായിട്ട്. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ സോസുകളൊക്കെ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് നല്ല ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ മിക്സാക്കി എടുത്തിട്ടുള്ള കോൺഫ്ലവറിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഞാനിപ്പോൾ വീഡിയോയിൽ കാണാൻ നല്ലൊരു ഭംഗിക്ക് വേണ്ടി ഇതിലേക്ക് 2 പിഞ്ച് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് നല്ലൊരു റെഡ് കളറിൽ കാണുന്നത്. പക്ഷേ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഈ ഒരു ഫുഡ് കളർ ചേർത്ത് കൊടുക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. കാരണം ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇതിന് യാതൊരു ടേസ്റ്റ് വ്യത്യാസവും ഉണ്ടാവില്ല. കോൺഫ്ലവറിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഈ ഒരു സമയത്തൊക്കെ നമ്മൾ ഫ്ലെയിം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക.
അപ്പം ഈ ഒരു ചിക്കൻ ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ നമുക്കിതിലേക്ക് ഒരല്പം സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു ചിക്കൻ മഞ്ചൂരിയൻ ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചിക്കൻ മഞ്ചൂരിയൻ ഉണ്ടാക്കിയെടുക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ ഞാനിവിടെ ചിക്കൻ ഫ്രൈഡ് റൈസും ചിക്കൻ മഞ്ചൂരിയനും ഇവിടെ സെർവ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ആ ഒരു ചിക്കൻ മാഗി ക്യൂബ് ചേർത്തിട്ട് ഈ ഒരു ഫ്രൈഡ് റൈസ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആ ഒരു മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല റെസ്റ്റോറൻറ്റിൽ നിന്നും കിട്ടുന്ന അതേ സെയിം ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ചിക്കൻ ഫ്രൈഡ് റൈസ് എന്ന് മാത്രമല്ല, വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആയാലും എഗ് ഫ്രൈഡ് റൈസ് ആയാലും ഏത് തരം ഫ്രൈഡ് റൈസ് ആണെങ്കിലും ആ ഒരു മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റൈസും ചിക്കൻ മഞ്ചൂരിയനും നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടാവും. പാർട്ടികളിലും അല്ലാത്തപ്പോഴും നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.